ഇതിപ്പോൾ നമ്മൾ മഡ്ജി ഷോയ്ക്ക് പോയതിൻ്റെ ഒരു ദിവസമാണ് ഉണ്ടാവുക. ഇത് തലേദിവസമാണ്. അപ്പം പൊന്നു തലേദിവസം അച്ഛൻ്റെ കൂടെ പോയി അകലേന്ന് ഗ്രൗണ്ടൊക്കെ ഒന്ന് പോയി കണ്ടു. അപ്പോൾ അവർ അകത്തേക്ക് കയറിയില്ല. അന്ന് അത്ര നല്ല കാലാവസ്ഥയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ച്, എന്നാലും പൊന്നിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതിന് മുന്നേ സഹിക്കാൻ വയ്യ. അങ്ങനെ തലേദിവസം അകലേന്ന് കൊണ്ടുപോയി കാണിച്ചു. റൈഡ്സൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ നിൽക്കപ്പുറത്തില്ല. അപ്പോൾ പറഞ്ഞു എന്തായാലും നാളെ പോവാം, നാളെ എന്തായാലും കൊണ്ടുപോകും, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആൾ രാവിലെ തുടങ്ങി പോവാമെന്ന് പറഞ്ഞ് തലയ്ക്ക് തരില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് പോയത്. 10 മണി വരെ ഉണ്ടായിരുന്നു. അത് റെഡി ആയി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. നാട്ടിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ, നല്ല ഡ്രസ്സാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. $16 ഒരാൾക്ക്. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് കയറി. ഗ്രൗണ്ടിൽ പലതരം റൈഡ്സ് ഉണ്ട്. ഞങ്ങളൊരു 6 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് പോയത്. ക്ലൈമറ്റ് കുഴപ്പമില്ലായിരുന്നു, അധികം ചൂടുണ്ടായിരുന്നില്ല, അധികം തണുപ്പില്ലായിരുന്നു. നല്ലൊരു ഇത് അവിടുത്തെ ഒരു ഗെയിമാണ് താറാവിൻ്റെ. നമ്മൾ ഒരു വട്ടപ്പന്തിയിൽ താറാവിനെ കൊരണം. എത്ര എണ്ണത്തിന് കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് അവിടെ ഗിഫ്റ്റ് ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. 5 എണ്ണത്തിനാണെങ്കിൽ $10, അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞതേ സ്പ്രിങ് പൊട്ടറ്റോ റോള് 2 പേർക്ക് ഓരോന്ന് വാങ്ങിച്ചു. ചൂടായിട്ട് വായിലേക്ക് വയ്ക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. തിളച്ച് കോരി നമുക്ക് തന്നതാണ്. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നടക്കണതിൻ്റെ ഇടയിൽ പിന്നെ റൈഡ്സിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ മൊത്തം റൈഡ്സ് ആയിരുന്നു. ഇത് പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇവിടുത്തെ ഒരാളുടെ പേര് ലൈലാനി, ഒരാളുടെ പേര് ജിഷ്ണുവിക. അങ്ങനെ റൈഡൊക്കെ കയറി. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫ്രണ്ട്സിനെ കണ്ടിരുന്നു, ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരും കൂടി ഒരു റൈഡ്സിൽ കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഓരോ എൻട്രി പാസ് ഉണ്ടെങ്കിലും ഓരോ റൈഡിലേക്ക് കയറണമെങ്കിൽ സെപ്പറേറ്റ് പൈസ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ചായക്കപ്പിൻ്റെ റൈഡ് അങ്ങനെ പറയാം, അതിന് കയറി. അത് കയറി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പുറത്ത് വേറെ ബൈക്ക് റേസിങ് ഗ്രൗണ്ടിൽ തുടങ്ങി. അത് നല്ല അടിപൊളി സംഭവമായിരുന്നു. അവർ റേസ് ചെയ്ത് പല പ്രായക്കാരുണ്ട്. എന്നാൽ അത്ര വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-17 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ്. അങ്ങനെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ ഒരു 5-6 വയസ്സ് വരെയുള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഇതെൻ്റെ സ്ലോ മോഷൻ കഴിവാണില്ല, കണ്ട സ്ലോ മോഷൻ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഇത് കയറി കിടക്കുന്നത്. അങ്ങനെ ഇതിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് പല ഇതിലവർ ബൈക്കൊന്നും അങ്ങനെ പറപ്പിച്ച് അതങ്ങനെ എടുക്കും. അങ്ങനെ ഓരോരുത്തർ ഗ്യാപ്പിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. അത് കണ്ടോ, അതിങ്ങനെ താഴത്തേക്ക് വീഴും. അവർ ആ ബ്ലൂ സംഭവം ഇല്ലേ, ഒരു സ്ലൈഡർ പോലത്തുള്ളത്, അതിൽ കൂടെ കയറ്റിയിട്ട് പിന്നെ ഈ ബ്ലാക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് ലാൻഡ് ചെയ്യിപ്പിക്കും. അതാണ് അതിൻ്റെ സംഭവം. ഇത് ഈ പിങ്ക് വരുന്ന അധികം പ്രായമൊന്നുമില്ല, ചെറിയൊരു കുട്ടിയാണ്. കാണുമ്പോൾ നമുക്ക് അയ്യോ ചെറിയ കുട്ടി വല്ലതും പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ റൈഡ് ഇത് നല്ല സംഭവമായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന ഫ്രണ്ടിനെ കണ്ടു. അങ്ങനെ ഫ്രണ്ടായിട്ട് കുറച്ച് നേരം ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് കാറിൻ്റെ റൈഡിലേക്കായിരുന്നു. അപ്പോൾ കാറിൻ്റെ റൈഡ് നമുക്ക് ഒപ്പം കയറാം. അങ്ങനെ ഞാനും പൊന്നും കൂടി കയറിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ പൊന്നിന് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആഗ്രഹം. പറഞ്ഞു എന്നാൽ ഡ്രൈവ് ചെയ്തോളാൻ പറഞ്ഞു. അവിടെ നിന്ന് ഓരോ കോപ്പിരികൾ കാണിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അതേ സ്ലഷ് കാണിക്കാൻ പോയി. ഇവർക്ക് രണ്ടുപേർക്ക് ഒക്ടോപ്പസിൻ്റെ പിങ്ക് കളർ മതി. അങ്ങനെ രണ്ടുപേരും അതൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ കുറേ നേരം അവിടേക്ക് നടന്നു. പിന്നെ അവസാനം വെടിക്കെട്ടിൻ്റെ സമയം കേട്ടോ. ഇത് അവസാനം ഉള്ള വെടിക്കെട്ടാണ്. ഇതാണ് കാറിൻ്റെ സംഭവം. നമ്മുടെ നാട്ടിലുള്ള തന്നെ ലുലുമാളിലൊക്കെ ഉണ്ട്, പിന്നെ നമ്മൾ കാണാറില്ലേ അതന്നെ. പിന്നെ ഇതാണ് വെടിക്കെട്ട്. നമ്മുടെ നാട്ടിൽ അത്രയും വരില്ല, എന്നാലും ഈ സംഭവം നമ്മുടെ നാട്ടിൽ പറയുന്നതിന് ബിരിയാൻ മുട്ടെന്നല്ലേ. അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ അവിടെ വേറെ പടക്കമോ അങ്ങനെ സൗണ്ടിൻ്റെ സംഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല. ആകെ ഈ ഒരു ഇതിൻ്റെ പലതരത്തിലുള്ള വേർഷൻസ് വരും. അതായത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, എല്ലാം സെയിം ആയിരിക്കില്ല. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ അത്രയും പുക നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ശ്വാസം മുട്ടണ പോലെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ അടുത്തേക്ക് അങ്ങനെ അധികം പുകളൊന്നും വരില്ല. അവിടെ ലൈറ്റ് അടിക്കുമ്പോൾ അവിടെ 2-3 ആൾക്കാർ അവിടെ നിന്ന് കത്തിക്കുന്നത് ഉണ്ടാ. അവരവിടെ നിന്ന് ഓരോ ബോക്സ് ഒരു ലൈൻ കഴിയാറാകുമ്പോൾ അടുത്ത് കത്തിക്കും ഇങ്ങനെ